നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. പി.കെ. ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആശയക്കുഴപ്പമില്ലെന്ന് മുഖ്യമന്ത്രി. 3 പേരെ നിയമിക്കാൻ മന്ത്രിമാർക്ക് അവകാശമുണ്ട്. മന്ത്രി ആരെ നിയമിക്കണമെന്ന് പാർട്ടി അറിയേണ്ട കാര്യമില്ല. പ്രൊമോഷൻ കൊടുത്തത് അനുചിതമാണെന്ന് പാർട്ടി കണ്ടെത്തി അത് റദ്ദാക്കുകയും ചെയ്തു. നിയമന വിവാദം പാർട്ടി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള നിയമനമല്ല, അത് ബന്ധപ്പെട്ട മന്ത്രിക്ക് നിയമിക്കാൻ അവകാശമുള്ള പോസ്റ്റ് അവർ നിയമിച്ചതാണ്. പക്ഷെ അവർക്ക് പ്രൊമോഷൻ കൊടുത്തപ്പോൾ അത് അനുചിതമായ നടപടിയായി. ആ ഘട്ടത്തിൽ നിയമനകാരി അടക്കം പരിശോധിച്ചപ്പോൾ നിയമനം റദ്ദ് ചെയ്യേണ്ടതാണ് എന്ന് പാർട്ടി തീരുമാനിച്ചു. ഇതാണ് ഉണ്ടായത്. ഒരു സംശയമില്ല, ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ആ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും, ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്യും. മന്ത്രിയായിരിക്കെ മരുമകളെ മന്ത്രിമന്ദിരത്തിൽ നിയമിച്ചതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വിശദീകരണവുമായി പി.കെ. ശ്രീമതി ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാധ്യമങ്ങളും ബി.ജെ.പി. കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത് പോലെ മരുമകൻ പെൻഷൻ വാങ്ങുന്നില്ല, പെൻഷന് അപേക്ഷിക്കുക പോലും ചെയ്തിട്ടില്ലെന്നും ശ്രീമതി ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. അതേസമയം ബന്ധു നിയമനത്തിൽ കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തി സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. തന്റെ മരുമകളുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട വിവാദമുയർന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണവുമായി മുൻ മന്ത്രിയും എം.പിയുമായ പി.കെ. ശ്രീമതി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. പോസ്റ്റിൽ ശ്രീമതി പറയുന്നത് ഇങ്ങനെ: വിമർശനം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റാണിത്. എങ്കിലും 10 കൊല്ലം മുമ്പ് നടന്നത് എന്താണെന്ന് വ്യക്തമാക്കണം എന്ന് എന്റെ മനസ്സ് പറയുന്നു. പാർട്ടിക്ക് പോറലേക്കാതിരിക്കാൻ അന്ന് ഞാൻ മൗനം ദീക്ഷിച്ചു. മന്ത്രിഭവനത്തിൽ 3 തസ്തികകളിലേക്ക് ആളുകളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അതാത് മന്ത്രിമാർക്ക് നിശ്ചയിക്കാമെന്ന് പാർട്ടി തീരുമാനം സെക്രട്ടറി അറിയിച്ചു. അനുവാദം വാങ്ങി ഞാൻ എൻ്റെ മകന്റെ ഭാര്യയെ നിശ്ചയിക്കുകയും ചെയ്തു. ബന്ധുക്കളെ മന്ത്രിമന്ദിരത്തിൽ നിശ്ചയിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ബിരുദധാരികളായവരെല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ സ്റ്റാഫിലുള്ളവരെയും അപ്ഗ്രേഡ് ചെയ്തു. അതിൽ എൻ്റെ മകന്റെ ഭാര്യയെ ചേർത്തത് ശരിയായ നടപടിയായിരുന്നില്ല. എന്നാൽ മീഡിയ ശക്തമായ വിമർശനം എനിക്ക് നേരെ മാത്രം ഉയർത്തി. പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് രാജിവെച്ചു. ഇപ്പോൾ മീഡിയയും ബി.ജെ.പി. കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത് പോലെ എൻ്റെ മോൻ്റെ ഭാര്യ പെൻഷൻ വാങ്ങുന്നില്ല, പെൻഷന് അപേക്ഷിച്ചിട്ട് പോലുമില്ല എന്ന കാര്യവും വ്യക്തമാക്കുന്നു. അതേസമയം ബന്ധു നിയമന വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. ഗവൺമെന്റ് ഗൗരവമായി അന്വേഷിച്ച് കുറ്റവാളികൾക്ക് എതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആരോപണ വിധേയനായ ഇ.പി. ജയരാജനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കെ.പി.സി.സി. പ്രസിഡന്റ് വി.എം. സുധീരൻ. വിവാദ നിയമനം നഗ്നമായ അഴിമതിയാണെന്നും സുധീരൻ പറഞ്ഞു. ഇ.പി. ജയരാജനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജയരാജനെതിരായ നടപടി ശാസനയിൽ ഒതുക്കി മുഖ്യമന്ത്രി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നുവെന്നും ചെന്നിത്തല ആരോപിച്ചു. ഇന്ത്യൻ സൈന്യം മുൻപും നിയന്ത്രണ രേഖ കടന്ന മിന്നലാക്രമണം നടത്തിയിരുന്നുവെന്ന് മുൻ മേജർ ജനറൽ വെളിപ്പെടുത്തി. 3 പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ 8 പാക് സൈനികരെ വധിച്ചതായും മേജർ വ്യക്തമാക്കി. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റിട്ടയർഡ് ജനറൽ എസ്.കെ. ചക്രവർത്തിയുടെ വെളിപ്പെടുത്തൽ. അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യം മുൻപും മിന്നലാക്രമണം നടത്തിയിരുന്നതായാണ് മുൻ മേജർ ജനറൽ എസ്.കെ. ചക്രവർത്തി വെളിപ്പെടുത്തിയത്. 2011 ഓഗസ്റ്റ് 30 ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നും ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ റിട്ടയർഡ് ജനറൽ വെളിപ്പെടുത്തി. പാക് സൈന്യം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയായിരുന്നു ഇന്ത്യയുടെ മിന്നലാക്രമണം. 2011 ജൂലൈ 30 പാക് സൈന്യം രജ്പത്തിലെയും കുമാവോണിലെയും ഇന്ത്യൻ പോസ്റ്റുകളിൽ ആക്രമണം നടത്തിയത്. 2 ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഹവിൽദാർ ജയ്പാൽ സിംഗ്, ലാൻസ് നായിക് ദേവേന്ദർ സിംഗ് എന്നീ 2 ഇന്ത്യൻ സൈനികരുടെ തല അറുത്തുമാണ് പാകിസ്ഥാൻ തിരികെ പോയത്. ഇതിന് തിരിച്ചടിയായാണ് 1 മാസത്തിനു ശേഷം ഓഗസ്റ്റ് 30 3 പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. പോലീസ് ചൌക്കി, ഹിഫാസത്ത്, ലാഷ്ഡത്ത് എന്നീ 3 പാക് പോസ്റ്റുകൾ ലക്ഷ്യമാക്കി ഓഗസ്റ്റ് 29 തന്നെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സൈന്യം തമ്പടിച്ചു. പാരാ കമാൻഡോ അടക്കം 25 സൈനികരാണ് ഓപ്പറേഷൻ ജിഞ്ചർ എന്ന മിന്നലാക്രമണം നടത്തിയത്. 2 സംഘമായി തിരിഞ്ഞായിരുന്നു മിന്നലാക്രമണം നടത്തിയത്. ഒരു സംഘം പുലർച്ചെ 4 മണിയോടെ തന്നെ പാക് പോസ്റ്റിൽ കുഴിബോംബുകൾ സ്ഥാപിച്ചു. 7 മണിയോടെ പാകിസ്ഥാൻ ജൂനിയർ കമ്മീഷൻ ഓഫീസർ അടക്കം 4 പാക് സൈനികർ എത്തി. തുടർന്ന് ഇന്ത്യൻ സേന കുഴിബോംബ് സ്ഫോടനം നടത്തി ഇവരെ വധിച്ചു. മറ്റൊരു സംഘം 2 പാക് പോസ്റ്റുകളിൽ കൂടി ആക്രമണം നടത്തി 8 പാക് സൈനികരെ വധിച്ചു. 2 പാക് സൈനികരുടെ തലയുമായാണ് ഇന്ത്യൻ സേന നിയന്ത്രണ രേഖ കടന്ന് തിരികെ എത്തിയതെന്നും മേജർ ജനറൽ എസ്.കെ. ചക്രവർത്തി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
IS ബന്ധം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത സുബാനിയുടെ വീട്ടിൽ NIA സംഘം തെളിവെടുത്തു. സുബാനിയെ തറവാട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നിന്നാണ് സുബാനിയെ കസ്റ്റഡിയിൽ എടുത്തത്. IS ബന്ധത്തെ തുടർന്ന് കോയമ്പത്തൂരിൽ നിന്നും NIA കസ്റ്റഡിയിലെടുത്ത ഇടുക്കി തൊടുപുഴ സ്വദേശി സുബ്ഹാനിയെ തൊടുപുഴയിലെ കുടുംബ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വർഷങ്ങളായി തമിഴ്നാട്ടിൽ താമസിക്കുകയായിരുന്ന സുബ്ഹാനി കുടുംബ വീട്ടിലെത്തിയിട്ട് വർഷങ്ങളായെന്നാണ് വീട്ടുകാരുടെ ഭാഷ്യം. എന്നാൽ NIA ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. ഒപ്പം സുബ്ഹാനിയുടെ മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും NIA നടത്തുന്നുണ്ട്. സുബ്ഹാനിയുമായി അടുത്ത് ബന്ധമുണ്ടായിരുന്നവരെയും NIA സംഘം നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഉൾപ്പെട്ടിരുന്നവർ സുബ്ഹാനിയുമായി ബന്ധപ്പെട്ടിരുന്നോ എന്ന കാര്യവും NIA പരിശോധിക്കുന്നുണ്ട്. 2015 ഉംറയ്ക്ക് പോകുന്നുവെന്ന് വീട്ടുകാരോട് പറഞ്ഞ് സുബ്ഹാനി ഇറാഖിൽ പോയതും അവിടെ ആയുധ പരിശീലനം നേടിയതും സിറിയയിൽ IS-നായി യുദ്ധത്തിൽ പങ്കെടുത്തു എന്നാണ് ചോദ്യം ചെയ്യലിൽ സുബ്ഹാനി സമ്മതിച്ചത്. സുബ്ഹാനിയുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും IS-മായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന കാര്യവും NIA പരിശോധിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ NIAക്ക് തൊടുപുഴയിൽ നിന്നും ലഭിച്ചെന്നാണ് സൂചന. അതേസമയം സുബ്ഹാനിയെ തെളിവെടുപ്പിനെത്തിച്ചുവെന്ന വാർത്ത പരന്നതോടെ RSS പ്രവർത്തകർ സുബ്ഹാനിക്കെതിരെ മുദ്രാവാക്യമുയർത്തി പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള സർവകലാശാലയിൽ ഹൈദരാബാദ് മോഡലിൽ VC-യുടെ പ്രതികാര നടപടി. സമരം ചെയ്ത ഗവേഷക വിദ്യാർത്ഥികളെ VC സസ്പെൻഡ് ചെയ്തു. 5 ദളിത് വിദ്യാർത്ഥികളാണ് VC-യുടെ വിലക്കപ്പെട്ടവരിൽ പെട്ടത്. വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ, ഭക്ഷണം, ലൈബ്രറി സൗകര്യങ്ങൾ വിലക്കുകയും ക്യാമ്പസിനുള്ളിൽ കയറരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടക്കത്തിൽ JB വിളനിലമെന്ന VC-ക്കെതിരെ വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രതിഷേധത്തിന് ശേഷം നീണ്ട വർഷങ്ങൾക്കപ്പുറത്ത് സർവകലാശാല പരിസരം ഒരിക്കൽ കൂടി സമരമുഖരിതമാകുകയാണ്. കഴിഞ്ഞ 11 ദിവസമായി കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കാര്യവട്ടം ക്യാമ്പസിൽ ഗവേഷക വിദ്യാർത്ഥികൾ രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് ദളിതരായ 4 വിദ്യാർത്ഥികളടക്കം 6 ഗവേഷക വിദ്യാർത്ഥികളെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിട്ട് മാസം 2 തികയുന്നു. പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും ഹോസ്റ്റൽ സൗകര്യവും സർവകലാശാല നിഷേധിച്ചിരിക്കുകയാണ്. ലൈബ്രറിയിൽ പേപ്പർ വായിക്കാൻ പോലും ഇവരെ കയറ്റരുതെന്നാണ് വൈസ് ചാൻസലറുടെ തിട്ടൂരം. VC ഊരുവിലക്കിയ ഇവർ ഇപ്പോൾ സമരപ്പന്തലിലാണ് കിടപ്പ്. VC-ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിനാണ് ഒരു വിദ്യാർത്ഥിയെ പുറത്താക്കിയത്. ഒട്ടിച്ച പോസ്റ്റർ കീറിക്കളഞ്ഞില്ല എന്ന പേരിൽ സെക്യൂരിറ്റിക്കും കിട്ടി വൈസ് ചാൻസലറുടെ വക മെമ്മോ. അന്യായമായ ഫീസ് വർധനവടക്കം ഗവേഷക മേഖലയിലെ പ്രശ്നങ്ങൾ സംസാരിക്കാനെത്തിയ തങ്ങളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച ശേഷം VC സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്ന് ഗവേഷക വിദ്യാർത്ഥിയും സെനറ്റ് അംഗവുമായ മനേഷ് പറഞ്ഞു. ഞങ്ങൾ ഗവേഷക രംഗത്തെ വിഷയം സർവകലാശാല വൈസ് ചാൻസലർ പറയുമ്പോൾ അദ്ദേഹം ഈ വിഷയങ്ങളൊന്നും പരിഹരിക്കാൻ ഇതുവരെ തയ്യാറാവുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുകയാണ്. രാത്രിയിലും പകലുമായി ഞങ്ങളിവിടെ കിടക്കുകയാണ്. പക്ഷേ ഞങ്ങൾ നടത്തുന്ന ഈ സമരത്തിനോട് പോലും അദ്ദേഹം മുഖം തിരിച്ച് നിൽക്കുന്ന നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങളോട് ഒരു ചർച്ചയ്ക്ക് പോലും വൈസ് ചാൻസലർ ഇത്രയും ദിവസമായിട്ടും തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും അതിശക്തം നമുക്ക് തോന്നുന്നത്. സർവകലാശാല ക്യാമ്പസിൽ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്കെതിരെ ബ്ലാക്ക് സ്പ്രിംഗ് എന്ന പേരിൽ SFI കഴിഞ്ഞ 11 ദിവസമായി രാപ്പകൽ സമരത്തിലാണ്. രോഹിത് വെമുലമാർ സൃഷ്ടിക്കപ്പെടുന്നത് ഏകാധിപതികളായ സർവകലാശാല അധികാരികളുടെ ധാർഷ്ട്യത്തിൽ നിന്നാണ്. കറുത്ത വസന്തമെന്ന് പേരിട്ടിരിക്കുന്ന ഈ സമരം 11 ദിവസം പിന്നിട്ടിട്ടും ഇവരുമായി ചർച്ച നടത്താൻ പോലും തയ്യാറാവാത്ത VC-യുടെ നിലപാട് ഏകാധിപത്യപരമാണ് എന്ന് പറയാതെ വയ്യ. വിദ്യാർത്ഥികളുടെ സമരകേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ അഖിലേഷിനൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. തൃശൂർ മനക്കുടിയിൽ തോട്ടിലേക്ക് കാർ മറിഞ്ഞ് ഒരാൾ മരിച്ചു. പഴുവിൽ സ്വദേശി ജിത്താണ് മരിച്ചത്. പുലർച്ചെ 6:30 കാൽനട യാത്രക്കാരനാണ് പാടവരമ്പിനോട് ചേർന്നുള്ള തോട്ടിൽ കാർ മറിഞ്ഞു കിടക്കുന്നതായി കണ്ടെത്തിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.